10-ൽ 10. ഓസ്ട്രിയയിൽ നിന്ന് തുടങ്ങി ബെൽജിയം, കഴിഞ്ഞ ബെൽജിയം GP വരെ നോക്കുമ്പോൾ 10 റേസിൽ 10 പോൾ പൊസിഷൻ. ഇപ്പം മെഴ്സിഡീസ് ഇത്തവണ ഉണ്ടാക്കിയ ഒരു റോക്കറ്റ് ഷിപ്പ് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ തെളിവൊന്നും ആവശ്യമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 10 പോൾ പൊസിഷനിൽ 6 എണ്ണം കിട്ടിയിരിക്കുന്നത് കിമിക്കാണ്. ഒരു വണ്ടർ കിഡ് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ. ഈ 19-ാം വയസ്സിൽ ഇപ്പോഴും ചെറിയ റിലയബിലിറ്റി ഇഷ്യൂസ് മെഴ്സിഡീസിനുണ്ട്. നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ബെൽജിയം GPയിൽ ഫസ്റ്റ് ടേൺ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കയറുമ്പോൾ റസലിന് 0 പവർ ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും മെഴ്സിഡീസിന് അത്രയ്ക്കാണ് പറ്റിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ബെൽജിയം GPനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഐസക് ഹഡ്ജാറിനെ കുറിച്ചാണ്. ക്വാളിഫയറിൻ്റെ സമയത്ത് ഹഡ്ജാറിന് ഓൾറെഡി ഗ്രിഡ് പെനാൽറ്റി ഉണ്ട്, ലാസ്റ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. സോ Q3 സമയത്ത് സ്വന്തം ലാപ്പ് സാക്രിഫൈസ് ചെയ്ത് വെസ്റ്റാപ്പിന് ഒരു കിഡിലൻ ടോ കൊടുത്തിട്ട് അൾട്ടിമേറ്റ് ടീം പ്ലേ തന്നെ ചെയ്തു ഹഡ്ജാർ. ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് ആ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ വെസ്റ്റാപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ P6 ഓൾമോസ്റ്റ് P6 ആയിട്ട് ക്വാളിഫൈ ആവേണ്ടതായിരുന്നു. പക്ഷേ ടോ കിട്ടിയത് കാരണം P2ൽ കിട്ടിയ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. പക്ഷേ ഹഡ്ജാറിൻ്റെ റേസ് P21 തുടങ്ങി P6ലാണ് ഫിനിഷ് ചെയ്തത്. റെഡ് ബുളിൻ്റെ സ്ട്രാറ്റജി, ഹഡ്ജാറിൻ്റെ ഡ്രൈവിംഗ് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണമല്ലോ. സൂപ്പറായിരുന്നു, അടിപൊളി. കിമി നോ വേർഡ്സ് മാൻ, ഒരു രക്ഷയില്ല, പറഞ്ഞ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് കിടിലൻ ഫോമിലാണ്. Kimi Antonelli wins the Belgian Grand Prix, chased all the way home by Charles Leclerc.